അരിങ്ങോടർക്ക് ഇവിടെ യഥാർത്ഥത്തിൽ നിയന്ത്രണം വിട്ടിരുന്നു. ഈ സ്റ്റേജിൽ ക്യാപ്റ്റൻ രാജു ഒരു വേള ആ കഥാപാത്രത്തിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്തിയോ? എത്രയോ പ്രാവശ്യങ്ങൾ ഇവിടെ താങ്കളെ നിയന്ത്രിക്കാൻ തന്നെ ആൾക്കാർ പാടുപെട്ടു സൂക്ഷ്മമായിട്ട്. അന്നേരം ആ സ്റ്റേജിൽ ആ വെയിലത്ത് ഭാരതപ്പുഴയുടെ സൈഡിൽ കിടന്ന് ഇത് എടുക്കുമ്പോൾ കാലിൻ്റെ ബാക്കിൽ അടിയിലൊക്കെ ഇത്രയും കട്ട നീരാണ്, തൊലിയൊക്കെ അങ്ങ് കട്ടയായി കുളമായിരിക്കുമ്പോഴാണ്. സുരേഷ് ഗോപിയുടെ കയ്യിലൊക്കെ ഇത്രയും നീര് ഇവിടെ കളഞ്ഞ് ഈ വെട്ട് തടുത്ത് ഒറിജിനൽ പരിചയമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്, ഡമ്മിയൊന്നുമല്ല. അത് വെച്ചാണ് ഈ വെയിലത്ത്, എന്തോ വെയിലായിരുന്നു, ഇപ്പോഴത്തെ ചൂട് അങ്ങനെ ഉണ്ട്, അതേ സെയിം ചൂടായിരുന്നു. ഭാരതപ്പുഴയുടെ സൈഡിലെ മണൽ ചുട്ടുപഴുത്ത് കിടക്കുന്നതിൻ്റെ പുറത്ത് കിടന്നാണ് ഞങ്ങൾ ഈ അംഗം കുറിച്ചത്. അപ്പോൾ ആകെപ്പാടെ നമുക്ക് ശരീരമായിട്ട് വേർത്ത് കുളിച്ചിരിക്കുമ്പോഴുള്ളൊരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതും ഇതും എല്ലാം കൂടെ വന്ന സിറ്റുവേഷനും സീനും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒറിജിനലി നമുക്കത് വന്നു പോകുന്നു, കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. അരിങ്ങോട്ടൊരു വിദ്യ അറിയാവുന്ന ആളാണ്. കള്ളനും ആനയെ മയക്കുന്ന അതിൻ്റെ ഡയലോഗിൽ പറയുന്നുണ്ട്. ആ കഥാപാത്രം ഉള്ളിൽ ഹരിഹരൻ സാർ ചെയ്യുന്നത്, നമ്മൾ ചെല്ലുമ്പോഴേ സ്ക്രിപ്റ്റ് വായിക്കാൻ പറയും. പ്രൊഡക്ഷൻ കൺട്രോളർ വരെ, അവരുടെ MD ഹരിഹരൻ ടീമിൻ്റെ പടം ഏതെടുത്താലും പ്രൊഡക്ഷൻ കൺട്രോളർ വരെ വായിക്കണം സ്ക്രിപ്റ്റ് ആദ്യം. സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ പൊസിഷൻ പടത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള ധാരണ അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെ ഓരോ സീനായിട്ട് ചെയ്തു പോകുമ്പോൾ നമ്മുടെ കഥാപാത്രം എന്താണെന്ന് പോലും ആലോചിക്കാനൊക്കെയില്ല. അദ്ദേഹം നമ്മളെ ക്യാരക്ടർ നമ്മുടെ ബ്ലഡിലേക്ക് ചെവിയിലൂടെ ഊതി ഹരൻ സാറൻ കയറ്റും. പിന്നെ ഷോട്ട് തുടങ്ങിയാൽ എന്തെങ്കിലും അപാകത കണ്ടേ മാത്രമേ വന്ന് ഡിസ്റ്റർബ് പറയുള്ളൂ. അല്ലെങ്കിൽ MD അദ്ദേഹം ചെയ്തത് ഈ ഷോട്ട്, ഇത് ഞാൻ പോയി എന്നെ ഇരുത്തുമല്ലോ, ഞാൻ കാലിങ്ങനെ കയറ്റി വെച്ച് കഴിയുമ്പോൾ ആ സമയത്ത് ജോണി കൊണ്ട് ഇളനീര് തരും. ഇളനീര് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി പറയും, അരിങ്ങോട്ടരെ കള്ളക്കോല് വെക്കരുതെന്ന് പറയും. അപ്പോൾ ആരോമലെ പഠിപ്പ് തികയാത്തതിൻ്റെ കുറവെന്നുള്ള ഡയലോഗ് തിരിച്ച് പറയും. ഈ തേങ്ങാവെള്ളം കുടിച്ച് ദേഷ്യപ്പെട്ട് എടുത്ത് പുറമോട്ടം കയറിയും കുടിക്കാതെ ആ സമയത്ത് എൻ്റെ തോളിൽ ആരോ തട്ടുന്നത് കണ്ടു. അത് ഞങ്ങൾ ഡ്യൂപ്പൊന്നുമല്ല, ഞാനും സുരേഷ് ഗോപിയും ഒരു 10 അടി ഹൈറ്റുള്ള ഗോഡ കെട്ടി ഇങ്ങനെ പാലം കെട്ടി അതേക്കൂടെ ഓടി വന്ന് വെട്ടിയതാണ് ഇപ്പോൾ കാണിച്ചത്. എയറിൽ നിന്നല്ലോ ഹരൻ സാർ അത് ഫ്രീസ് ചെയ്ത് ജനങ്ങൾ മനസ്സിലാവട്ടെ ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്, ഡ്യൂപ്പൊന്നുമല്ല, ഒറിജിനൽ ഷോട്ടാണ്. അതൊക്കെ നല്ല റിസ്ക് എടുത്ത് ചെയ്ത ഷോട്ടുകളാണ്. ഇനി ജീവിതത്തിൽ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ആ സമയത്ത് ഹരിഹരൻ താങ്കളെ ഒരുപാട് പരിലാളിച്ചു, ഇതൊക്കെ ഇടയ്ക്ക് സ്മരിക്കാറുണ്ടല്ലേ? സൂക്ഷ്മമായിട്ട് ഒരിക്കലും മറക്കാനൊക്കത്തല്ലോ ഇത്. പ്രത്യേകിച്ച് ഹരൻ സാർ MD അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ഒരു ടെൻഷൻ തരത്തില്ല നമുക്ക്. കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ സാറ് വന്ന് വെൽ ഡൺ എന്ന് പറയും, കൊള്ളാം എന്ന് പറഞ്ഞാൽ സാറ് ഷോട്ട് എടുത്ത് മാറുമെന്ന് ഒരിക്കലും ഉപദ്രവിക്കില്ല. എന്തെങ്കിലും കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ ചെവിയിലോട്ടെന്ന് പറയും, ഒരാളറിയില്ല സാറ് പറയുന്നത്. ഹരിഹരൻ സാറിൻ്റെ മഹത്വം അതാ, അറിയില്ല സംവിധാനം നടക്കുന്നു എന്ന്. അവിടെ ചെവിയിൽ പറയാനുള്ളത് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിൽക്കും. നന്നായിട്ട് ചെയ്താൽ ഗുഡ്, വെൽ ഡൺ അപ്പം തന്നെ പറയും. അപ്രീസിയേഷൻ ഉടനെ ഉണ്ട് നമുക്ക്. ശരിയായില്ലെങ്കിലും 1 more എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഇച്ചിരി ഹൈ കളറണോ അല്ലെ കുറച്ച് താക്കണം എന്താണെന്നുള്ളത് നമ്മളും തീരുമാനം എടുക്കും ആ സമയത്ത്. അങ്ങനെ അഭിനയത്തിൻ്റെ തീക്ഷ്ണമായ ഒരുപാട് തലങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ശ്രീ ക്യാപ്റ്റൻ രാജുവിനെ ഒരു കണക്കിന് മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. അങ്ങനെയും പറയാം, അത് സത്യമാണ്. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? താങ്കളുടെ പരാജയമാണോ, സിനിമ വ്യവസായത്തിൻ്റെ പരാജയമാണോ, സിനിമാ നിർമ്മാതാക്കൾക്ക് താങ്കളോടുള്ള താല്പര്യക്കുറവാണോ? ആദ്യം ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യുന്നു. എൻ്റെ ബേസിക് നേച്ചർ ഈ ഫീൽഡിൽ നമ്മൾ പിടിച്ചെന്ന് പോകണമെങ്കിൽ വല്ലപ്പോഴും എല്ലാവരുമായിട്ട് ബന്ധം വെക്കണം. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവർ, നല്ല മിടുക്കന്മാരായിട്ട് വരുന്ന സ്ക്രിപ്റ്റ് എഴുതുന്നവർ, അവരുടെ ഹൃദയത്തിൽ നമ്മൾ കയറിയെങ്കിൽ മാത്രമേ നല്ല കഥാപാത്രങ്ങൾ അവർ ചിന്തിക്കുകയുള്ളൂ. ഈ വേഷം ക്യാപ്റ്റന് കറക്റ്റായിട്ട് ഒത്തു നിൽക്കുന്നു എന്നുള്ള ആപ്റ്റാണെന്നുള്ള ചിന്ത അന്നേരമേ വരുള്ളൂ. ഞാൻ ബേസിക്കലി ഞങ്ങൾ ഗ്യാപ്പിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അറിയാതെ അറിഞ്ഞു, എൻ്റെ നേച്ചറിൻ്റെ ഒരു ഘടകമാണ് അത്. ആരെയും ഞാൻ കുറ്റം പറയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് തമ്പുരാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, നിനക്കിനി എനിക്കൊരു ഉദ്ദേശശുദ്ധിയുണ്ട്, നിന്നെ കൊണ്ട് ഈ വരും കാലങ്ങളിൽ, ഇപ്പോൾ എനിക്ക് 60 years പ്ലസ് ആയി കഴിഞ്ഞു, 60 മേളിൽ കയറിയല്ലോ, ഇനിയുള്ള കാലങ്ങൾ 70 വരെയുള്ള പീരീഡ് ആയിരിക്കും നിനക്ക് ബെസ്റ്റ് ഓഫ് ടൈം എന്ന് തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ ശേഷം ഞാൻ താങ്കളുടെ കൈ ഞാൻ നോക്കിത്തരാം. ആയിക്കോട്ടെ, ഓക്കെ. താങ്കൾ വേറൊരു ട്രാക്കിലേക്ക് വരികയാണ്. ഞാനായിട്ട് വന്നതല്ലത് ഇത് സംഭവിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ വില്ലൻ ഇമേജ് കത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഈ റോൾ ചെയ്താലേ അത് ഇഷ്ടമാവുമെന്ന് സത്യനന്ദിക്കാരനും അറിയാം, ശ്രീനിവാസനും അറിയാം. ട്രാക്ക് മാറി. ശ്രീനിവാസനും സത്യനും വിചാരിച്ചു ഒരുപക്ഷെ ഈ ക്രൗര്യം നിറഞ്ഞ വില്ലൻ്റെ മനസ്സിൽ നേരത്തെ മേനയൊക്കെ പറഞ്ഞതുപോലെ എവിടെയോ ചില കാര്യങ്ങളുണ്ട്, അത് നടനിലേക്ക് പറിച്ചു കടാൻ എളുപ്പമാണെന്ന് അവർക്ക് മനസ്സിലായി. ശരിയായിരിക്കാം. താങ്കൾക്ക് അപ്പോൾ ഒരു ചെറിയൊരു ഇച്ഛാപകം വന്നു, അതായത് ഒരു വലിയൊരു വില്ലൻ്റെ ആ ഒരു ക്രൗര്യ തലത്തിൽ നിന്ന് ഒരു അല്പം കോമഡി ലൈനിലേക്ക് മാറുമ്പോൾ ഇതൊരു കൊമേഡിയനായുള്ള ക്യാരക്ടറാണല്ലോ.
പൊട്ടത്തരം ചെയ്യുന്ന ഇങ്ങനെ, അതായത് ഒന്നും അറിയത്തില്ല, മാർഷൽ ആർട്സ് ഒന്നും അറിയില്ല, പെട്ടിക്കകത്ത് കൊണ്ട് നടക്കുന്നത് എന്തുവാ ബോഫേഴ്സ് ഗണ്ണാണെന്നൊക്കെ പറഞ്ഞ് ഈ പൊട്ടത്തരം കാണിക്കണമെങ്കിൽ നല്ല ഇമേജുള്ള പരുക്കറിന് വില്ലൻ ഇമേജുള്ള വ്യക്തി ചെയ്താൽ കൂടുതൽ എറിക്കുമെന്നുള്ളത് ബുദ്ധിമാനായ സത്യനന്ദിക്കാരനും ശ്രീനിക്കും അറിയാം. അതുകൊണ്ട് ശ്രീനി വരട്ടെ എന്നാൽ. അല്ല, നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ക്യാപ്റ്റൻ രാജു അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ബോംബെയിൽ നിന്ന് വരുന്ന പ്രൊഫഷണൽ കില്ലർ. അപ്പോൾ തിലകൻ ചേട്ടനാണ് ഈ പ്രൊഫഷണൽ കില്ലറെ ബോംബെയിൽ നിന്ന് വരുത്തുന്നത്. തിലകൻ ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കും. അപ്പം അദ്ദേഹം പറയും, എൻ്റെ പേര് പവനായി. ശരിക്കുള്ള പേര് PV നാരായണൻ എന്നാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ കില്ലർക്ക് നാരായണൻ എന്ന് പറയുന്ന പേര് അത്ര യോജിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പവനായി എന്നിട്ടതാണ്. ശ്രീനിവാസനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയാണത്. ഇത് കൂടാതെ താങ്കൾ വീണ്ടും തമാശയുടെ റോളിലേക്ക് വീണ്ടും വന്നു. ഇത് നമ്മളായിട്ട് വരുന്നതല്ല ബ്രിട്ടാസേ. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ദൈവവിശ്വാസത്തിൽ പറയുന്നതല്ല, ഈശ്വരൻ കളിക്കുന്ന കളിയാണ്. ഞാനായിട്ട് ഇതിന് പ്രവർത്തിച്ചില്ല. എൻ്റെ ഒരു ഇമേജ് മാറ്റിയെടുക്കണമെന്ന് കോമഡി തരണമെന്ന് പറഞ്ഞാൽ ആരെയും വിളിക്കാനും പോയിട്ടില്ല. മഹത്വം പറയില്ല, വിളിക്കുന്ന തെറ്റാണെന്നും പറയുന്നില്ല. പക്ഷെ ഞാനായിട്ടൊന്നും ചെയ്തില്ല. ശ്രീനിയുടെ ബ്രെയിനിൽ ദൈവം തോന്നിച്ചു ഈ വേഷം ക്യാപ്റ്റൻ രാജു ചേട്ടൻ സത്യനന്ദിക്കാടും കൂടെ തോന്നിയോണ്ടല്ലേ എനിക്കത് കിട്ടിയത്. താങ്കളുടെ ശിഷ്യൻ താങ്കൾക്ക് വേറൊരു വേഷം തന്നു. ഇത് നടന്നത് പറയട്ടെ എങ്ങനെയാണ്. ഇത് ഓൺ ദ സ്പോട്ട് മോഡിഫിക്കേഷനാണ്. ഈ ദിലീപിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്ടറും ഇവരെല്ലാം ഉദയനും സിബിയൊക്കെ എപ്പോഴും അടുത്തുണ്ടാവും. ഓൺ ദ സ്പോട്ടുള്ള മോഡിഫിക്കേഷൻ ഈ ചാണകം ചവിട്ടുമ്പോൾ ആ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്ന സീൻ വരുമ്പോൾ ദിലീപ് അവിടെ നിന്ന് പറഞ്ഞു എവിടെയെങ്കിലും ചാണകം കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഈ പിള്ളേരോട്, ആർട്ടിലെ പിള്ളേരോട്. അവരിവിടുന്ന് എരുത്തിലിൻ്റെ അടുത്ത് പോയി ഇവിടുന്ന് വാരിക്കൊണ്ടിട്ടു. അടുത്ത് അപ്പോൾ ജോണി പറഞ്ഞു, അവരപ്പോഴത്തേക്ക് സംസാരിച്ച് കഴിഞ്ഞു. കഴിച്ചാൽ ഇറങ്ങുമ്പോൾ ഒരു കാല് ചവിട്ടണ്ട, മേളിൽ കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് മാറ്റി വെച്ചാട്ടെ, മറ്റേ കാലെടുത്ത് നോക്കുമ്പോൾ ഇത് ചവിട്ടി ചാണകം കുളമാക്കാൻ പറഞ്ഞു. ഓൺ ദ സ്പോട്ട് മോഡിഫൈ ചെയ്താണ് ഈ ദിലീപ് പടങ്ങളിലെ എല്ലാ കോമഡിയും വരുന്നത്.